പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ജമ്മു കശ്മീരിൽ ഭീകരവിരുദ്ധ പ്രവർത്തനം ശക്തമാക്കിയിരിക്കുകയാണ് സൈന്യം. തീവ്രവാദികളുടെ 6ഓളം വീടുകളാണ് കഴിഞ്ഞ ദിവസം സൈന്യം തകർത്തത്. പാകിസ്ഥാനിൽ താവളം ഉറപ്പിച്ചിരിക്കുന്ന ലഷ്കർ-ഇ-തൊയ്ബ ഭീകരൻ ഫറൂഖ് അഹമ്മദിന്റെ വീട് സൈന്യം ബോംബിട്ട് തകർത്തു. ഈ സമയത്ത് ഇന്ത്യ-പാക് അതിർത്തിയിൽ സംഘർഷാവസ്ഥ തുടരുകയാണ്. വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ്. തിരിച്ചടികൾ ഉണ്ടാകുമോ, പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് മറ്റെന്തെങ്കിലുമുള്ള ആക്രമണ സമീപനങ്ങൾ ഉണ്ടാകുമോ എന്നതൊക്കെ അറിയണം. സ്വാഭാവികമായിട്ടും നയതന്ത്രപരമായ നിയന്ത്രണങ്ങളൊക്കെ ഇന്ത്യ വരുത്തി. അതിൻ്റെ ഭാഗമായി അവിടെ നിന്നും തിരിച്ച് ആ വിധത്തിലുള്ള ഇടപെടലുകൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. എന്താണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്നറിയണം. അബ്ദുൾ റഷീദാണ് ദില്ലിയിൽ നിന്ന് ഇന്ന് രാവിലെ വിശദമായ വിവരങ്ങൾ നൽകാനുള്ളത്. റഷീദ്, കഴിഞ്ഞ ദിവസങ്ങളിൽ നയതന്ത്രപരമായ നിയന്ത്രണങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ വരുത്തുക എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. അതിൻ്റെ ഭാഗമായി അവിടെ നിന്നും പാകിസ്ഥാനിൽ നിന്നും തിരിച്ചടിയുടെ ഭാഗമായുള്ള പ്രതിരോധങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിൽ എന്താണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി അവിടെ കശ്മീരിനെ കേന്ദ്രീകരിച്ച്? സ്വാഭാവികമായും ഏതൊക്കെ സമീപനങ്ങൾ രണ്ട് രാജ്യങ്ങളും ചെയ്യുന്നുണ്ട്? ആളുകൾ വിമർശിക്കുന്നത് അല്ലെങ്കിൽ വിഷം പടർത്തുന്ന വിധം വർഗീയത പരത്തുന്നത് രണ്ട് മതങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് എന്ന വിധത്തിലാണെങ്കിലും അതല്ല യാഥാർത്ഥ്യമെന്നത് വസ്തുത. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കം, പ്രതിസന്ധി ഈ വിധത്തിൽ വഷളായിക്കൊണ്ടിരിക്കുന്നു. അതിന് ഒരു കൂട്ടം മനുഷ്യരാണ് അനുഭവിക്കേണ്ടി വരുന്നത് എന്നതാണ് വസ്തുത. ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണ്? ഏതൊക്കെ വിധത്തിൽ നയതന്ത്ര ചർച്ചകൾ നടക്കുന്നു? രണ്ട് രാജ്യങ്ങളും പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെ സ്വീകരിക്കുന്നു? അന്ന, ഗുഡ് മോർണിംഗ്. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ നയതന്ത്ര മേഖലയിലും വലിയ അപാകതകളും അതോടൊപ്പം ഭിന്നിപ്പുകളും നേരിടുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടാകുന്നത്. പ്രധാനമായും നിരവധി കരാറുകളൊക്കെ തന്നെയും ഇരു രാജ്യങ്ങളും മരവിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പാകിസ്ഥാൻ്റെയും ഇന്ത്യയുടെയും ഭാഗത്തു നിന്നും വലിയ തിരിച്ചടികൾ ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ നയതന്ത്ര വിദഗ്ധർ അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഈ ഭീകരർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ 5ാം ദിവസവും തുടരുകയാണ്. വിവിധ മേഖലകളിൽ ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷാ സേനയുടെയും അതോടൊപ്പം CISFിൻ്റെയും BSF മേഖലയിലൊക്കെ തന്നെയും തിരച്ചിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഈ ഭീകരരെ കണ്ടെത്തുന്നതിനാവശ്യമായിട്ടുള്ള തുടർ നടപടികൾ രഹസ്യാന്വേഷണ ഏജൻസിയുടെയും അതോടൊപ്പം ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും ജമ്മു കാശ്മീർ പോലീസിൻ്റെ സഹായത്തോടെ പ്രാദേശിക തലത്തിലുള്ള ഭീകരരെ കണ്ടെത്തുന്നതിനുള്ള ആവശ്യമായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ പൂർണ്ണമായും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും നിരവധി ഭീകരരുടെ വീടുകൾ തകർക്കുന്ന ഒരു സമീപനം ജമ്മു കാശ്മീർ പോലീസിൻ്റെയും അതോടൊപ്പം സൈന്യത്തിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ലഷ്കർ-ഇ കമാൻഡറായിട്ടുള്ള ഭീകരൻ്റെ വീട് സ്ഫോടനത്തിലൂടെ തകർത്തിരുന്നു. ഇത്തരത്തിൽ ഈ ഭീകരവാദവും അതോടൊപ്പം ഭീകരരെയും തുടച്ചു നീക്കുക എന്നുള്ളൊരു നീക്കത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ സേന കടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇത്തരത്തിൽ ഈ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിന് പിന്നാലെ ഒരു തിരിച്ചടിയായി തങ്ങൾക്ക് നേരെ വലിയ ആയുധമായി വീണ്ടും ഒരു ആരോപണം ഉയർന്നു വരുന്നുണ്ട്. പ്രധാനമായും ഈ ജലം നദിയിലെ ജലനിരപ്പ് ഉയരുന്നൊരു സാഹചര്യമുണ്ട്. ഇത് ഉറി ഡാം തുറന്നു വിട്ടതാണ് എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഉയർത്തുന്നത്. വിവിധ മേഖലകളിൽ ഇതിനെ തുടർന്ന് ജലം അമിതമായി ഉയരുകയും വിവിധ മേഖലകൾ വെള്ളത്തിനടിയിലാവുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും കൊഹലോട്ട അതോടൊപ്പം ദാൻകോട്ട് എന്നീ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെയും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നും ഇപ്പോൾ പാകിസ്ഥാൻ ആരോപിക്കുന്നുണ്ട്. പ്രധാനമായും ഇത്തരത്തിൽ ഈ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിന് പിന്നാലെ ഇന്ത്യ തങ്ങൾക്ക് നേരെ വീശിയിരിക്കുന്നു അല്ലെങ്കിൽ തങ്ങൾക്ക് നേരെ പ്രയോഗിച്ചിരിക്കുന്ന ആരോപണമാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഉയർത്തിയിരിക്കുന്നത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള വിശദീകരണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇതുവരെയും വന്നിട്ടില്ല. അതേസമയം നേരത്തെ ഈ ജമ്മു കാശ്മീരിൻ്റെ വിവിധ മേഖലകളിൽ ശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു. അത്തരത്തിൽ ഈ കാലാവസ്ഥയിൽ വന്നിട്ടുള്ള മാറ്റമാണ് ഇത്തരത്തിൽ ജലനിരപ്പ് ഉയരാൻ കാരണമായത് എന്നുള്ളത് ചില ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഈ മേഖലകളിലൊക്കെ തന്നെയും ഈ NIAയുടെയും അതോടൊപ്പം രഹസ്യാന്വേഷണ ഏജൻസിയുടെയും അന്വേഷണം, പഴുതടച്ചുള്ള അന്വേഷണവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പ്രാദേശിക തലത്തിൽ ഈ ഭീകരർക്ക് ഏതൊക്കെ തലത്തിലാണ് സഹായങ്ങൾ ലഭ്യമായിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെയും കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കും. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട്
ഈ NIAക്ക് കേസ് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയിരുന്നു. ഇതിന്റെ പിന്നാലെ അതെ റഷീദ്, ശക്തമായിട്ടുള്ള ഒരു അന്വേഷണം തന്നെ അന്വേഷണം നടത്തുമെന്ന് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ വിധത്തിലുള്ള അന്വേഷണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം? റഷീദ് ഇപ്പോൾ പറഞ്ഞു നിർത്തിയതുപോലെ പ്രാദേശികമായി ഏതൊക്കെ വിധത്തിലുള്ള സഹായം ലഭിച്ചിട്ടുണ്ട് എന്നത് ഇതിൽ നിർണായകമായ ഒരു സംഗതിയാണ്. കാരണം കുറച്ച് ദിവസങ്ങളായി അവിടെ തമ്പടിച്ച് നിരീക്ഷണം നടത്തി അല്ലാതെ ഇങ്ങനെ ഒരു ആക്രമണം നടത്തുക എന്നത് എളുപ്പമായ കാര്യമല്ല. പ്രാദേശികമായുള്ള സഹായങ്ങൾ ഇതിന്റെ പശ്ചാത്തലത്തിൽ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരേണ്ടതുമാണല്ലോ. അന തീർച്ചയായും ഇത്തരത്തിലൊരു ഭീകര പ്രവൃത്തി നടത്തുമ്പോൾ തീർച്ചയായും ഈ മേഖലയിൽ നിന്നും കൃത്യമായിട്ടുള്ള സഹായങ്ങൾ ലഭ്യമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് NIA നിലവിൽ പ്രാഥമികമായി കണ്ടെത്തിയിട്ടുള്ളത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും NIAയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ നിലവിൽ ഇപ്പോൾ ഈ പ്രാദേശിക തലത്തിൽ നിന്നും ഈ ഭീകരർക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങളും അതോടൊപ്പം സഹായങ്ങളും ഏതൊക്കെ തരത്തിലാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ NIA അന്വേഷിച്ചു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസവും ചോദ്യം ചെയ്യൽ തുടർന്നിരുന്നു. ഈ മേഖലകളിൽ പ്രത്യേകിച്ചും ഈ പഹൽഗാമിൻ്റെ മേഖലകളിൽ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ കച്ചവടക്കാരോടൊക്കെ തന്നെയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു. അതോടൊപ്പം ഈ ഭീകരവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 14 പേരെ തിരിച്ചറിഞ്ഞതായും അവരെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള നടപടികളിലേക്കും NIA കടന്നിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഇതിൽ 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് സുരക്ഷാ അന്വേഷണ ഏജൻസിയും അതോടൊപ്പം നിരവധി സേനാ അംഗങ്ങളും ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ പേരെയും ഇതുമായി ബന്ധപ്പെട്ട അറസ്റ്റ് ഉണ്ടാകും. ഇത്തരത്തിൽ ഈ പ്രാദേശിക തലങ്ങളിൽ നിന്നും സഹായം ലഭ്യമായിട്ടുണ്ട് എന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഈ ഭീകരരുടെ വീടുകളൊക്കെ തന്നെ സ്ഫോടനത്തിലൂടെ നശിപ്പിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ മേഖലയിൽ ഇന്നും ഈ വീടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമായിരിക്കും നടക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും വിവിധ മേഖലകളിൽ ഈ ഭീകരർ നേരത്തെ വന്ന് തമ്പടിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട ആസൂത്രണങ്ങൾ ചെയ്യുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇതിൻ്റെ വേര് എവിടെ നിന്നാണ് എന്നുള്ളത് കണ്ടെത്തുകയാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. അത്തരത്തിലായിരിക്കും NIAയുടെ അന്വേഷണം മുന്നോട്ട് പോകുക. അതോടൊപ്പം നേരത്തെ തന്നെ NIAയുടെ സംഘം പഹൽഗാമിലെ ഭീകരാക്രമണം നടന്ന മേഖലയിൽ സന്ദർശിക്കുകയും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം സുപ്രധാനമായ മറ്റൊരു കാര്യമുള്ളത് ഈ കേന്ദ്ര സർക്കാർ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ കടുത്ത നടപടികളായി മുന്നോട്ട് പോകുന്ന ആ സമയത്ത് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അതായത് പാക് പൗരന്മാരൊക്കെ തന്നെയും രാജ്യം വിടണമെന്ന കർക്കശമായിട്ടുള്ളൊരു നിർദ്ദേശമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിട്ടുള്ളത്. അത് ഇന്ന് അവസാനിക്കുകയാണ്. 48 മണിക്കൂറിനകം പാകിസ്ഥാൻ പൗരന്മാർ രാജ്യം വിടണമെന്ന നിർദ്ദേശമായിരുന്നു കേന്ദ്ര സർക്കാർ നൽകിയിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വാഗ, അട്ടാര അതിർത്തി ബോർഡറുകളിലൊക്കെ തന്നെയും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അതോടൊപ്പം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെയും ഈ അതിർത്തി മുഖേനയാണ് ഇരു രാജ്യങ്ങളിലേക്കും കടന്നു പോകുന്നത്. അത്തരത്തിൽ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഉണ്ടാകും. പ്രത്യേകിച്ചും ഇത്തരത്തിൽ ഈ മേഖലയിൽ ഒക്കെ തന്നെയും വിവിധ സംസ്ഥാനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട നിരവധി ആളുകളുടെ പട്ടിക ഇതിനോടകം തന്നെ എല്ലാ സംസ്ഥാന സർക്കാരുകളും തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമായും ഹരിയാന, മധ്യപ്രദേശ്, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ പട്ടിക ഇതിനോടകം തയ്യാറാക്കിയെന്നാണ് മുഖ്യമന്ത്രിമാരൊക്കെ തന്നെയും അറിയിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഈ രാജ്യം കടത്തൽ നടപടിയും ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോകും. അതോടൊപ്പം ഈ മെഡിക്കൽ വിസയിൽ കഴിയുന്നവർക്ക് ചൊവ്വാഴ്ച വരെ ഈ രാജ്യത്ത് തുടരാനാകും. ഈ ചൊവ്വാഴ്ചക്ക് പിന്നാലെ അവരും രാജ്യം വിടണമെന്ന നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിട്ടുള്ളത്. ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇന്ന് ഉണ്ടാകും. അതോടൊപ്പം ഈ BSF ജവാനെ വിട്ടുകിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ ഫ്ലാഗ് ചർച്ച 3 പ്രാവശ്യം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുമുള്ള നടപടി ഉണ്ടായെങ്കിൽ പോലും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ആരും ചർച്ചയിൽ പങ്കെടുത്തില്ല. അത്തരത്തിൽ ഒരു BSF ജവാൻ ഇത്തരത്തിൽ പാകിസ്ഥാന്റെ കയ്യിലുള്ളത് നിലനിൽക്കുന്ന സാഹചര്യം. റഷീദ്, വലിയ വാർത്തകൾ ഓരോ മിനിറ്റും കശ്മീരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. പുതിയ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നു. അന്വേഷണം ഏത് വിധത്തിലൊക്കെയാണ് നടക്കുന്നത് എന്നത് അറിയണം. ഒപ്പം 2 രാജ്യങ്ങളും ഇതിനെ എങ്ങനെയൊക്കെ പ്രതിരോധിക്കും എന്നത് ഓരോ നിമിഷവും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ആ വിധത്തിലുള്ള വാർത്തകളിലേക്കാണ് ഇന്നത്തെ ദിവസം പുലരുന്നത് എന്ന് തോന്നുന്നു. കൂടുതൽ വിവരങ്ങളുമായി റഷീദിനെ ഞാൻ അല്പസമയത്തിനകം പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ എടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം റഷീദ്.